+1 പ്രവേശനോത്സവം നടത്തി. തഴവ നോർത്ത് BJSM മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവം നടത്തിയത്. തഴവ നോർത്ത് BJSM മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +1 പ്രവേശനോത്സവം നടത്തിയത്. തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. സുജ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ഇന്നിവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ രക്ഷകർത്താക്കൾ തന്നെയാണ് ഈ ഒരു മീറ്റിംഗിൽ ഇന്ന് പങ്കെടുക്കേണ്ടതും പങ്കെടുത്ത് ഇതേപോലെ കൂട്ടായ കുറെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നമ്മുടെ മക്കളെ പുതിയ സ്കൂളിലേക്ക് ഇപ്പൊ കൂടുതൽ എല്ലാവരും ഈ തഴവയിലുള്ളവരായിരിക്കത്തില്ല, മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അവർ പുതിയൊരു തലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെ ഉള്ള ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം. അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നു, നിങ്ങൾ ഓരോ ദിവസവും അവരെ നിരീക്ഷിക്കുക. അമ്മമാർ ഏറ്റവും കൂടുതലായിട്ട് മക്കളെ നിരീക്ഷിക്കണം, ആൺകുട്ടികളെയായാലും പെൺകുട്ടികളെയായാലും. അച്ഛന്മാരെപ്പോഴും വീട്ടിലിരിക്കില്ല, അവർ ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും. പക്ഷെ അമ്മമാർ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ എല്ലാ ദിവസവും അവരെ പഠനത്തിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ ഒക്കെ അവരെ നിരീക്ഷിക്കുകയും സ്കൂളിൽ അധ്യാപകരെ വിളിക്കുകയും, അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ട്. അതേപോലെ ഒരുപറ്റം അധ്യാപകർ നല്ല രീതിയിൽ സപ്പോർട്ടുള്ള അധ്യാപകരൊക്കെ തന്നെയുണ്ട്. അതേപോലെ മാനേജ്മെന്റ്. PTA പ്രസിഡന്റ് ഷാനവാസിയം അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സുമാദേവി സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദ്രജിത്ത് R, ബിജു ആന്റണി, സലിമം പിത്തറ, അൽഫ ജെ പിള്ള, അധ്യാപകരായ ശ്രീലേഖ, നാരായണ അയ്യർ, മഞ്ജു, മാനേജ്മെന്റ് പ്രതിനിധി ശ്രീലക്ഷ്മി അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കലാലയത്തിൽ തന്നെയാണ് നിങ്ങളുടെ കുട്ടികളെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാനേജ്മെന്റ് ആയാലും മറ്റുള്ള ടീച്ചേഴ്സ് ആയാലും എല്ലാവരും കുട്ടികളെ നോക്കിക്കാണുന്നത് വളരെ തൻ്റെ മക്കളെ പോലെ തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ രക്ഷിതാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ വഴിവിട്ടു പോകുന്ന ഒരു രീതിയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് വളം വെച്ചു കൊടുക്കുന്നത് നമ്മൾ മാതാപിതാക്കളാണ്. കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള തിരക്കുകളും ഒക്കെ കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു എന്നൊന്നും തിരക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒരു 10 വർഷത്തിനൊക്കെ മുന്നേ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്തുള്ള രക്ഷിതാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠനത്തോടൊപ്പം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവന്റെ പഠനത്തെ നോക്കിക്കാണുന്ന തൊട്ട് അയൽവക്കത്തുള്ള വീട്ടിലെ കുട്ടിയെ കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പൊ അതിനകത്തുനിന്നൊക്കെ മാറി വേദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ന്യൂസ് ബ്യൂറോ, തഴവ.